നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം വായിച്ചു നോക്കിക്കേ മക്കളെ. ഒരു കുട്ടിക്ക് ഓണപ്പരീക്ഷയിൽ ലഭിച്ച ശരാശരി മാർക്ക് 57. അപ്പോൾ ഓണപരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും കൂടെ 57 ശരാശരി മാർക്കുണ്ട്. കണക്കിന് ഒരു 6 മാർക്കും സയൻസിന് ഒരു 12 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി മാർക്ക് 59 ആകുമായിരുന്നു. എങ്കിൽ എത്ര വിഷയങ്ങൾക്കാണ് പരീക്ഷ എഴുതിയത്? കണ്ടോ, എത്ര വിഷയങ്ങൾക്കാണ് കുട്ടി പരീക്ഷ എഴുതിയത് എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ അതായത് വിഷയങ്ങളുടെ എണ്ണമാണ് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. എത്ര വിഷയങ്ങൾക്കാണ് കുട്ടി പരീക്ഷ എഴുതിയത് എന്നതാണ് ചോദ്യം. മക്കളെ ഇത്ര ഓർത്തേ. അപ്പൊ ഇത് വിഷയങ്ങളുടെ എണ്ണം കാണാനാ. വിഷയങ്ങളുടെ എണ്ണം, ചോദ്യം ഒരു വിഷയം അല്ലേ, വിഷയങ്ങളുടെ എണ്ണം കാണാനാണ് അല്ലേ. അപ്പം ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അതായത് ആദ്യം 57 ശരാശരി ഉണ്ടായിരുന്നു, ഇനി ഒരു 6ഉം ഒരു 12ഉം കൂടെ കിട്ടുമായിരുന്നെങ്കിൽ 59 ശരാശരി ആയേനെ. എങ്കിൽ വിഷയങ്ങളുടെ എണ്ണം എത്ര? ഓക്കെ, അപ്പൊ ഇതിന് ഷോർട്ട് കട്ട് ആദ്യം പറഞ്ഞു തരാം, എന്നിട്ട് ഇതിന്റെ കൺസെപ്റ്റ് പറഞ്ഞു തരാം. മക്കളെ ഇങ്ങനെ ഷോർട്ട് കട്ട് പഠിച്ചോ. വിഷയങ്ങളുടെ എണ്ണം കാണാൻ വിഷയങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു കൂടിയ മാർക്ക് ഡിവൈഡഡ് ബൈ കൂടിയ ശരാശരി ചെയ്താൽ മതി. കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. ഇതാണ് വിഷയങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ. കാണാതെ പഠിച്ചു, എക്സാമിന് വന്ന് ഇങ്ങനെ ചെയ്താൽ മതി. കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. എത്ര വിഷയങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം എത്ര മാർക്ക് കൂടിയെന്ന് നോക്കുക ബൈ എത്ര ശരാശരി കൂടിയെന്ന് നോക്കുക. കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. കൂടിയ മാർക്ക് ആദ്യം ഒരു 6, പിന്നെ ഒരു 12, അപ്പൊ കൂടിയ മാർക്ക് 18. കൂടിയ ശരാശരി 57 ആയിരുന്നു അല്ലെ, 59 2 കൂടി. 18/2 9 മക്കളെ വിഷയങ്ങളുടെ എണ്ണം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് 9 എന്ന് കിട്ടും. അപ്പൊ വിഷയങ്ങളുടെ എണ്ണം 9. കൂടിയ മാർക്ക് ഡിവൈഡഡ് ബൈ കൂടിയ ശരാശരി. കേട്ടോ? ഓക്കെ, അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാ. ഇനി അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കൺസെപ്റ്റ് പഠിക്കാനാണെങ്കിൽ കൺസെപ്റ്റ് വൈസും ഒന്ന് പറഞ്ഞു തന്നേക്കാം. കൺസെപ്റ്റ് വൈസും കൂടെ ഒന്ന് കേട്ടോ മക്കളെ. എക്സ് വിഷയങ്ങളാണ് ഓണപരീക്ഷയ്ക്കുള്ളത് എന്ന് വിചാരിക്കുക. അതിന് 57 ശരാശരി മാർക്കുണ്ട്. അപ്പൊ എക്സ് വിഷയങ്ങൾക്കും കൂടെ 57 ശരാശരി ഉണ്ട്. ഓക്കെ, ഇനി ഒരു 6ഉം 12ഉം മാർക്ക് കിട്ടിക്കഴിയുമ്പം എക്സ് വിഷയങ്ങളുടെ ശരാശരി 59 മാറും എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ആദ്യം 57 ശരാശരി. ഇനി ഒരു 6ഉം 12ഉം മാർക്കും കൂടെ കിട്ടിക്കഴിയുമ്പം 57 ശരാശരി 59 മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, എക്സ് വിഷയങ്ങളുടെ ശരാശരി 57 ആണെങ്കിൽ എക്സ് വിഷയങ്ങളുടെ ആകെ മാർക്ക് 57x ആയിരുന്നു ആദ്യം. ഇത്രയും മാർക്ക് കൂടെ കിട്ടിക്കഴിയുമ്പോൾ ഇത് 59x ആയിട്ട് മാറും അല്ലെ. എക്സ് വിഷയങ്ങളുടെ ശരാശരി 57, അപ്പൊ ആകെ മാർക്ക് 57x. എക്സ് വിഷയങ്ങളുടെ ശരാശരി 59 മാറുമെങ്കിൽ ആകെ മാർക്ക് 59x ആയിട്ട് മാറും. ഈ 57xും 59xും നമ്മൾ വ്യത്യാസമാണ് മക്കളെ കൂടിയ മാർക്കായ 18. അപ്പൊ 59x മൈനസ് 57x ആണ് കൂടിയ മാർക്കായിട്ടുള്ള 18. അപ്പൊ 2x ഈക്വൽ ടു 18 എന്ന് കിട്ടും. അതിൽ നിന്ന് എക്സ് വിഷയങ്ങളുടെ എണ്ണമല്ലേ എക്സ് വിഷയങ്ങൾ എന്നല്ലേ, 18/2 9 എന്ന് കിട്ടും. കണ്ടോ, ഇതാണ് ഈ കണക്ക് നോർമലി ചെയ്യുന്നത്. അപ്പൊ എക്സ് വിഷയങ്ങളെ ശരാശരി 57 ഇനി മാർക്ക് കൂടി കഴിയുമ്പോൾ 59 ആകും. 59 ആയി കഴിയുമ്പോൾ ആകെ മാർക്ക് 59x. ആദ്യം ഉണ്ടായിരുന്ന ആകെ മാർക്ക് 57x. ഈ പുതിയ ആകെ മാർക്കും പഴയ ആകെ മാർക്കും തമ്മിൽ വ്യത്യാസമാണ് 18. കാരണം 18ന്റെ വർധനവ് ഉണ്ടായേ. അപ്പൊ 2x ഈക്വൽ ടു 18, x ഈക്വൽ ടു 9 എന്ന് വരും. കേട്ടോ, ഇത് നോർമലി ചെയ്യുന്ന രീതി. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. ഒരു കുട്ടിയുടെ ക്ലാസ്സിലെ ശരാശരി മാർക്ക് 38. ഇംഗ്ലീഷിനൊരു 8ഉം മലയാളത്തിനൊരു 4ഉം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി മാർക്ക് 1 കൂടുമായിരുന്നു. എങ്കിൽ വിഷയങ്ങളുടെ എണ്ണം ആണോ? വിഷയങ്ങളുടെ എണ്ണം അല്ലെ. വിഷയങ്ങളുടെ എണ്ണം കാണാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? വിഷയങ്ങളുടെ എണ്ണം കാണാൻ കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. കൂടിയ മാർക്ക് ഒരു 8ഉം ഒരു 4ഉം, കൂടിയ മാർക്ക് 12.
ബൈ കൂടിയ ശരാശരി 1 കൂടുമായിരുന്നു എന്നാ പറഞ്ഞത്. 12/1 നമുക്ക് 12 എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ. അപ്പൊ വിഷയങ്ങളുടെ എണ്ണം 12. കൂടിയ മാർക്ക് ഡിവൈഡഡ് ബൈ കൂടിയ ശരാശരി. 12 വിഷയങ്ങളുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കുട്ടിക്ക് ക്രിസ്മസ് പരീക്ഷയിൽ ലഭിച്ച ശരാശരി മാർക്ക് 57 ആണ്. സയൻസിന് 7ഉം കണക്കിന് 8ഉം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 3 കൂടുമായിരുന്നു എങ്കിൽ വിഷയങ്ങളുടെ എണ്ണം എത്ര? അപ്പൊ ഇതും വിഷയങ്ങളുടെ എണ്ണം കാണാനാണ്. എന്താ വിഷയങ്ങളുടെ എണ്ണം കാണാൻ ചെയ്യേണ്ടത്? കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. 7ഉം 8ഉം എന്നല്ലേ പറഞ്ഞേക്കുന്നത്. 7ഉം 8ഉം 15 കൂടിയ മാർക്ക്. കൂടിയ ശരാശരി 3 കൂടുന്ന പറഞ്ഞേക്കുന്നത്. 15/3 5 എന്നാണ് ആൻസർ കിട്ടുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 5. മുന്നോട്ട്. ഒരു കുട്ടിയുടെ ക്ലാസ്സിലെ ശരാശരി മാർക്ക് 42 ശരി, 42 ഇംഗ്ലീഷിന് ഒരു 4ഉം മലയാളത്തിന് ഒരു 6ഉം കുറവായിരുന്നെങ്കിൽ ശരാശരി 2 കുറയുമായിരുന്നു എങ്കിൽ വിഷയങ്ങളുടെ എണ്ണം. ഇവിടെ കുറഞ്ഞു എന്നല്ലേ മക്കളെ പറഞ്ഞേക്കുന്നേ. അപ്പൊ വിഷയങ്ങളുടെ എണ്ണം കാണാൻ എന്താ ചെയ്യണ്ടേ? കുറഞ്ഞ മാർക്ക് ഡിവൈഡഡ് ബൈ കുറഞ്ഞ ശരാശരി ചെയ്താൽ മതി. കുറഞ്ഞ മാർക്ക് ഡിവൈഡഡ് ബൈ കുറഞ്ഞ ശരാശരി ചെയ്താൽ മതി. കുറഞ്ഞ മാർക്ക് എത്രയാ? കുറഞ്ഞ മാർക്ക് എന്ന് പറഞ്ഞാൽ 6ഉം ഒരു 4ഉം 10. കുറഞ്ഞ ശരാശരി എത്രയാ? 2. 10/2 നമുക്ക് ആൻസർ ഇതും എത്രന്ന് കിട്ടും? ആൻസർ 5 എന്ന് കിട്ടും. അപ്പൊ കുറഞ്ഞ മാർക്ക് ബൈ കുറഞ്ഞ ശരാശരി എന്നാ വരുന്നേ. 10/2 5 ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ? അപ്പൊ വിഷയങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മാർക്ക് ബൈ കുറഞ്ഞ ശരാശരി അല്ലെ. കൂടിയെന്നാണെങ്കിൽ കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. ഇവിടെ 6ഉം 4ഉം കുറയുമായിരുന്നെങ്കിൽ 10 കുറഞ്ഞ മാർക്ക്. ശരാശരിയിലുള്ള വ്യത്യാസം 2. കുറഞ്ഞ മാർക്ക് ബൈ കുറഞ്ഞ ശരാശരി കേട്ടോ. അപ്പൊ കൂടി എന്ന് പറഞ്ഞാൽ വിഷയങ്ങളുടെ എണ്ണം കാണാൻ കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി ചെയ്തോണം. കുറഞ്ഞു എന്ന് പറഞ്ഞാൽ വിഷയങ്ങളുടെ എണ്ണം കാണാൻ കുറഞ്ഞ മാർക്ക് ബൈ കുറഞ്ഞ ശരാശരി ചെയ്തോണം. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ മക്കളെ?